KR മൊബൈൽസിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് മികച്ച ഷോപ്പിംഗ് പ്രദാനം ചെയ്യാൻ വിപുലീകരിച്ച ഷോറൂം 4500 സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ പ്രമുഖ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ, ആക്സസറീസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. റാന്നി നിയോജക മണ്ഡലത്തിലെ കിസ്വം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ 7 വർഷം സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പരിഗണനയിൽ ഒന്നാണ്. വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പഠനാന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കേരളം കാര്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 86 കോടി രൂപ ഉപയോഗിച്ച് നിരവധിയായ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. റാന്നി നിയോജക മണ്ഡലത്തിലെ വടശ്ശേരിക്കര ഗവൺമെന്റ് LP സ്കൂളിനും കോട്ടാങ്ങൽ ഗവൺമെന്റ് LP സ്കൂളിനും കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിൽ 2022-23 സാമ്പത്തിക വർഷം അനുവദിച്ച 10 കോടി രൂപയുടെ ഇന്നൊവേഷൻ ഹബ് ഉൾപ്പെടെയുള്ള സ്കിൽ പാർക്കിന്റെ ഭരണാനുമതിയും ഉടൻ ലഭിക്കും. വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ പഠനം സുഗമമാക്കാനുള്ള സൗകര്യങ്ങളും വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലൈബ്രറികൾ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടപ്പാക്കി. പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കേരള വിദ്യാഭ്യാസ മോഡൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്നു. അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഈ ശ്രമങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും റാന്നിയിൽ അനുവദിച്ചിട്ടുള്ള തൊഴിൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒട്ടപ്പേക്കിന്റെ ഒരു സെന്ററിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യവും അത് പിന്തുടരാനുള്ള ആത്മധൈര്യവും വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA പറഞ്ഞു. ഈ വിദ്യാലയത്തിന് പുതിയ കെട്ടിടം ഉണ്ടാകും, സൗകര്യങ്ങൾ വരും, അധ്യാപകർ മാറി മാറി വരും. പക്ഷെ നിങ്ങളുടെ ജോലിയാണ് നന്നായി പഠിക്കുക എന്നത്. നിരന്തരം പഠിക്കുക, ഏറ്റവും പുതിയ വിവരങ്ങൾ സ്വായത്തമാക്കുക. ചെറിയ സ്വപ്നങ്ങളല്ല, ഈ ഭൂമിയുടെയും ലോകത്തിന്റെയും നെറുകയിലെത്താൻ എനിക്ക് കഴിയും എന്ന ഒരു സ്വപ്നമുണ്ടാവുക. ആ സ്വപ്നമാണ് പ്രധാനം. ആ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ആത്മധൈര്യമാണ് പ്രധാനം. അത് ഓരോ കുട്ടിയിലും ഉണ്ടാകണം. അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വപ്നങ്ങൾ കാണാനും വിദ്യാർത്ഥികളുടെ അഭിരുചിയെ ഉണർത്തുവാനും അധ്യാപകന് സാധിക്കണമെന്നും കിസ്വം ഗവൺമെന്റ് സ്കൂളിലേക്ക് 10,000 രൂപയുടെ പുസ്തകങ്ങൾ നൽകുമെന്നും MLA അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1 കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന് നിലവിലുണ്ടായിരുന്ന ഗ്രൗണ്ട് ഫ്ലോറിന്റെ മുകളിൽ 1ഉം 2ഉം നിലകളിലായി 4 ക്ലാസ് റൂം, സ്റ്റെയർകേസ് ഉൾപ്പെടെ 395 ചതുരശ്ര മീറ്ററിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മഴവെള്ള സംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.